ഊർജ്ജലബ്ധിയുടെ വിവിധ പ്രായോഗിക മാർഗങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയ പ്രചാരം നേടിവരികയാണ്. അതിനിടെ ഇതാ ജപ്പാനിൽ നിന്നും തികച്ചും വ്യത്യസ്തവും ഊർജ്ജഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്നതുമായ ഒരു ആശയാവിഷ്കാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നാം നിസ്സാരമായി അല്ലെങ്കിൽ മാലിന്യമായി കണക്കാക്കുന്ന ചാണകത്തെ വാഹനങ്ങളിലെ ഇന്ധനമാക്കി തീർക്കുന്ന സാങ്കേതിക സംവിധാനമാണ് ജപ്പാൻ അനാവരണം ചെയ്തിരിക്കുന്നത്. ഇത്തരമൊരു അത്യാകർഷക സംവിധാനത്തിന്റെ ഉറവിടം ജപ്പാനിലെ വടക്കൻ ദ്വീപായ ഹൊക്കൈഡോയിലെ പട്ടണമായ ഷിക്കാഗോയാണ്. അവിടെയാണ് ചാണകത്തെ ഹൈഡ്രജനാക്കി മാറ്റുന്ന നൂതന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. തികച്ചും ശുദ്ധവും പുനരുപയോഗ സാധ്യതകൾ ഉള്ളതുമായ ഈ സാങ്കേതിക വിദ്യ ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണ്. ഏതാണ്ട് 10 ലക്ഷത്തിലധികം പശുക്കളാണ് ഹൊക്കൈഡോയിലെ വിവിധ പ്രദേശങ്ങളിൽ വളരുന്നത്. ജപ്പാനിലെ പാലുൽപ്പന്നങ്ങളുടെ പകുതിയിലധികവും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വടക്കൻ ദ്വീപിൽ നിന്നുമാണ്. ഇത്തരത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന ക്ഷീര വ്യവസായത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന പ്രശ്നം കൂടിയുണ്ട്: ഗണ്യമായ അളവിലുള്ള മാലിന്യ പ്രശ്നം. പ്രതിവർഷം ഏകദേശം 20 ദശലക്ഷം ടൺ ചാണകമാണ് ഇവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് കാരണമായി തീരും. ശക്തമായ ഹരിതഗ്രഹവാതകമായ മീഥെയ്ൻ അന്തരീക്ഷത്തിലേക്ക് കലരുന്നതിനും അത് കാരണമാകും. ഒപ്പം ചാണകത്തിന്റെ ഒഴുക്ക് പ്രാദേശിക ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്യും. ഇത്തരം പാരിസ്ഥിതിക ആശങ്കകൾക്ക് മറുപടിയായി ശുദ്ധവും ഉപയോഗയോഗ്യവുമായ ഊർജം സൃഷ്ടിക്കുന്നതിന് കാർഷിക ഉപോൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പരിഹാരത്തിലേക്കാണ് ഷിക്കാഗോ തിരിഞ്ഞത്. അത് 100% ഫലപ്രാപ്തിയിൽ എത്തി നിൽക്കുകയുമാണ്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് സുസ്ഥിരമായ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്ന വാഹനങ്ങൾക്കും കാർഷിക ഉപകരണങ്ങൾക്കും ഇന്ധനമായി ഉപയോഗിക്കാവുന്ന മാലിന്യങ്ങൾ ഹൈഡ്രജനാക്കി മാറ്റുന്ന ഒരു സാങ്കേതിക സംവിധാനത്തിനാണ് അത് രൂപം കൊടുത്തത്. ഈ ആശയത്തിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത ഒരു ഹൈഡ്രജൻ ഫാം നിലവിൽ ഷിക്കാഗോയിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. പശുവളം ഹൈഡ്രജനാക്കി മാറ്റുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് ഇവിടുത്തെ പ്രാദേശിക ഡയറി ഫാമുകളിൽ നിന്നാണ്. അവിടെ നിന്നും ലഭിക്കുന്ന ചാണകവും മൂത്രവും ശേഖരിച്ച് ഓക്സിജൻ ഇല്ലാതെ ജൈവ മാലിന്യങ്ങൾ വിഘടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു അനഎറോബിക് ഡൈജസ്റ്ററിലേക്ക് അവ കൊണ്ടുപോകുന്നു. ആ ഡൈജസ്റ്ററിനുള്ളിൽ ബാക്ടീരിയകൾ ഈ മാലിന്യങ്ങളെ വിഘടിപ്പിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നു. തുടർന്ന് അത് ശുദ്ധീകരിച്ച് മീഥെയ്ൻ വേർതിരിച്ചെടുക്കുന്നു. മീഥെയ്ൻ സ്റ്റീം റിഫോർമിംഗ് എന്നറിയപ്പെടുന്ന ഒരു രാസപ്രക്രിയയ്ക്ക് തുടർന്നതിനെ വിധേയമാക്കുന്നു. അവിടെ നിന്നും അത് ഉയർന്ന താപനിലയിൽ നീരാവിയുമായി പ്രതിപ്രവർത്തിച്ചാണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഹൈഡ്രജൻ പിന്നീട് വിവിധ വാഹനങ്ങൾക്കും യന്ത്രങ്ങൾക്കും ഊർജം പകരാൻ ഇന്ധന സെല്ലുകളിൽ ഉപയോഗിക്കാനാകും. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറുകൾ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയായി മാറിയിരിക്കുകയാണ്. ഷിക്കാഗോയിൽ ട്രാക്ടറുകൾ, ഫോർക്ക് ലിഫ്റ്റുകൾ തുടങ്ങിയ കാർഷിക വാഹനങ്ങളിലും ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ ഉപയോഗിച്ചു വരുന്നുണ്ട്. വലിപ്പവും ഭാരമേറിയ സ്വഭാവവും കാരണം വൈദ്യുതീകരിക്കാൻ പ്രയാസമുള്ള യന്ത്രങ്ങളിൽ ഈ ഇന്ധനം കാര്യക്ഷമമായി വിനിയോഗപ്പെടുത്താൻ കഴിയും. ഷിക്കാഗോ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രജൻ കാർഷിക വാഹനങ്ങൾക്ക് ഊർജം പകരാൻ മാത്രമല്ല മറ്റ് പ്രാദേശിക ബിസിനസ്സുകൾക്ക് ഊർജം വിതരണം ചെയ്യുന്നതിനായി സംഭരിക്കുകയും കൊണ്ടുപോവുകയും ചെയ്തു വരുന്നുണ്ട്. പശുവളം ഇന്ധന സ്രോതസ്സായി ഉപയോഗിക്കാനുള്ള കഴിവ് പ്രാദേശിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഷിക്കാഗോ ഹൈഡ്രജൻ ഫാം നിലവിൽ പ്രതിദിനം 70 ക്യൂബിക് മീറ്റർ അഥവാ 18,500 ഗാലൻ ഹൈഡ്രജനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇന്ധന സ്റ്റേഷന് 28 വാഹനങ്ങളിൽ വരെ ഹൈഡ്രജൻ നിറയ്ക്കാൻ ശേഷിയുണ്ട്. ഇത് ഫാമിലെ കാർഷിക വാഹനങ്ങൾക്കും സമീപ സൗകര്യങ്ങൾക്കും സ്ഥിരമായ ശുദ്ധമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കുന്നു. ഹൈഡ്രജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും വെല്ലുവിളികൾ ഉണ്ടെങ്കിലും കാർഷിക മാലിന്യങ്ങളെ എങ്ങനെ സുസ്ഥിരവും ശുദ്ധവുമായ ഊർജ്ജ സ്രോതസ്സാക്കി മാറ്റാമെന്ന് തെളിയിക്കുന്നതിൽ ഷിക്കാഗോ ഹൈഡ്രജൻ ഫാം ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ഈ സംരംഭം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അന്താരാഷ്ട്ര തലങ്ങളിലും ആവർത്തിക്കാൻ കഴിയുമെന്ന് ജാപ്പനീസ് സർക്കാരും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട എയർ വാട്ടർ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളും പ്രതീക്ഷിക്കുന്നു. ഇതിനു പുറമെ പന്നിവളം, കോഴി അവശിഷ്ടം, തേങ്ങയുടെ തൊണ്ട് തുടങ്ങിയ മറ്റ് ജൈവ മാലിന്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ വ്യത്യസ്ത വ്യവസായങ്ങളിൽ ഹൈഡ്രജൻ ഉൽപാദനം വ്യാപകമായ ഒരു രീതിയായി മാറാനുള്ള സാധ്യതയും തെളിയുകയാണ്. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളും പുനരുപയോഗിക്കാവുന്ന ഊർജവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ജപ്പാന്റെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഷിക്കാഗോ പദ്ധതി. മാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിൽ ഷിക്കാഗോ ഒറ്റയ്ക്കല്ല.
തെക്കൻ ജപ്പാനിലെ ഒരു നഗരമായ ഫുക്കുവോക്കയിൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മാലിന്യ ട്രക്കുകളിൽ മനുഷ്യ വിസർജ്യം ഹൈഡ്രജനാക്കി മാറ്റി അത് വിനിയോഗപ്പെടുത്തി വരുന്നുണ്ട്. അതുപോലെ തായ്ലൻഡിൽ ടൊയോട്ട കോഴിവളത്തിൽ നിന്ന് വാഹനങ്ങൾക്ക് ഇന്ധനമായി ഹൈഡ്രജൻ വികസിപ്പിക്കുന്നതിൽ വിജയം കണ്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഇല്ലിനോയിസ്, ഷിക്കാഗോ സർവകലാശാലയിലെ ഗവേഷകർ വളം, കരിമ്പ് അവശിഷ്ടം തുടങ്ങിയ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശുഭകരമായ രീതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനുള്ള വൈദ്യുതിയുടെ അളവ് ഗണ്യമായി കുറയ്ക്കുന്ന പ്രക്രിയ കൂടിയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനുള്ള ഫീഡ് സ്റ്റോക്കായി മാലിന്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള താല്പര്യം വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ ജപ്പാന്റെ വിജയം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.